ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ യന്ത്രവൽകൃത ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും കണക്കെടുപ്പ് ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. റെഡ് അലർട്ട് നിലവിൽ. കർക്കിടക പുണ്യമാസം. രാമായണ മാസത്തിന് തുടക്കം. കേരളത്തിൽ എല്ലായിടത്തും പഞ്ചാംഗം ഏകീകരിക്കണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. കർക്കിടകം എത്തുന്നതിന് മുൻപ് കലിയന് കൊടുക്കൽ ചടങ്ങുകളോടെ നാട്ടുകൂട്ടായ്മ. മൂന്നാമത് ഡോക്ടർ പി.എ. ലളിത മെമ്മോറിയൽ അവാർഡ് ഡോക്ടർ വി.പി. ഗംഗാധരനും ഡോക്ടർ എം.പി. ശ്രീജയനും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ യന്ത്രവൽകൃത ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും വിവരശേഖരണം തുടങ്ങി. മത്സ്യബന്ധനത്തിന് പോകുന്ന എത്ര യാനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താനാണ് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് കണക്കെടുപ്പ് നടത്തുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ യന്ത്രവൽകൃത ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും വിവരശേഖരണം തുടങ്ങി. മത്സ്യബന്ധനത്തിന് പോകുന്ന എത്ര യാനങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ 5 ഹാർബറുകൾ കേന്ദ്രീകരിച്ചാണ് ഉദ്യോഗസ്ഥർ കണക്കെടുപ്പ് നടത്തുന്നത്. ബോട്ടുകളുടെ പ്രവർത്തനം, മരം, ഇരുമ്പ് തുടങ്ങിയ ഇനം, രജിസ്ട്രേഷൻ നമ്പർ, ട്രോളർ നെറ്റ്, ഗിൽ നെറ്റ്, താങ്ങുവല തുടങ്ങി ഏതുതരം വല ഉപയോഗിക്കുന്നു എന്നിവ പരിശോധിച്ച് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയ റിയൽ ക്രാഫ്റ്റ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. ഉപേക്ഷിക്കപ്പെട്ടതും പൊളിച്ച് ഒഴിവാക്കിയതും മറ്റ് ജില്ലകളിലേക്ക് വിൽപ്പന നടത്തിയതുമായി ബോട്ടുകളുടെ വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം അവസാനിക്കും മുൻപ് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് പദ്ധതി. നിലവിൽ ജില്ലയിൽ 1300 യന്ത്രവൽകൃത ബോട്ടുകൾ സോഫ്റ്റ്വെയറിൽ ഉണ്ടെങ്കിലും 800-ൽ താഴെ ബോട്ടുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് നിഗമനം. സർവേ പ്രകാരം കണ്ടെത്തുന്ന പ്രവർത്തനമില്ലാത്ത ബോട്ടുകൾ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒഴിവാക്കും. പേപ്പൂർ ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഹാർബർ, ബി.സി. റോഡ്, കരുവൻതിരുത്തി പാലം മേഖലകളിലാണ് ബോട്ടുകളിൽ പരിശോധന നടത്തുന്നത്. 18-നകം ജില്ലയിലെ പരിശോധന പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ വി.സി. സുനീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഥുനമാസം കഴിഞ്ഞ് കർക്കിടകം വന്നതോടെ രാമായണ മാസത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ ഭവനങ്ങളിലും ഇനി രാമനാമ മന്ത്രജപം മുഴങ്ങും. പണ്ട് കർക്കിടകം പഞ്ഞമാസമായിരുന്നു. എങ്ങും ദുരിതങ്ങളുടെ പേമാരി നാശം വിതയ്ക്കുന്ന മാസം. കർക്കിടകത്തിലെ രോഗദുരിതങ്ങൾ അകറ്റാൻ ഭഗവത് നാമജപം മാത്രമായിരുന്നു അക്കാലത്ത് സാധാരണക്കാരന് ആശ്രയം. ദേഹശുദ്ധി, പരിസരശുദ്ധി എന്നിവ ഉറപ്പുവരുത്തുന്നതോടെ രോഗപീഠകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് പഴമക്കാർക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് രാമായണ മാസാചരണം. കർക്കിടകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വീടും പരിസരവും ശുചിയാക്കും. പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കും. മംഗളസൂചകമായി നിലവിളക്ക് തെളിയിക്കും. അതിനുശേഷമാണ് രാമായണ പാരായണം. വീട്ടിലെ മുതിർന്നവരാണ് പാരായണം നടത്തുക. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ
ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ. കൂടാതെ ഐശ്വര്യ ദേവതയായ ശ്രീ ഭഗവതിയെ വരവേൽക്കുന്ന ചടങ്ങും കർക്കിടക മാസത്തെ സവിശേഷതയാണ്. വീടിന്റെ പൂമുഖത്ത് അലങ്കരിച്ച പീഠത്തിൽ വാൽക്കിണ്ടിയും നിലവിളക്കും ദശപുഷ്പങ്ങളും ഒരുക്കി വെച്ചാണ് ശ്രീ ഭഗവതിയെ വരവേൽക്കുന്ന ചടങ്ങ്. അത്തരത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് വീടുകളിൽ രാമായണ പാരായണം നടത്തുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ എല്ലായിടത്തും പഞ്ചാംഗം ഏകീകൃതമാക്കണമെന്നും ജ്യോതിഷ തസ്തികകളിൽ പരിജ്ഞാനം ഇല്ലാത്തവരെ നിയമിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി. കർക്കിടക വാവ് ബലിതർപ്പണത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അപ്പോൾ അതിലൊരു പഞ്ചാംഗത്തിനൊരു ഏകീകരണം ഇല്ലാത്തതാണ് സംഭവിച്ചത്. ഒരു പഞ്ചാംഗ ഏകീകരണം, അപ്പം വടക്കനും തെക്കും വായിക്കുന്ന, അതായത് ഈ വിഷയം ഗണിതത്തിൽ നമുക്ക് മുന്നിൽ പാളിച്ചു വരും. അപ്പോൾ ആ പാളിച്ചുകൾ ഏകീകരിക്കാൻ വേണ്ടി പണി സർവീസ് സൊസൈറ്റി ഒരുപാട് കാലമായിട്ട് ഗുരുവായൂരിലേക്ക് ദേവസ്വം കൊണ്ടൊക്കെ അറിയിച്ചതാണ്. അപ്പോൾ അതിനൊരു ഏകീകരണം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ PSC പരമായില്ല ഈ ജ്യോതിഷം, ഈ താന്ത്രികം, വേദം ഇങ്ങനെയായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ലാത്ത കയറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന വിഷയം കൂടിയാണത്. ഈ വർഷത്തെ കർക്കിടക വാവ് ആചരിക്കേണ്ടതും ബലിതർപ്പണം നടത്തേണ്ടതും ഓഗസ്റ്റ് 3 തന്നെയാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റിയും ജ്യോതിഷ സഭയും വ്യക്തമാക്കി. കർക്കിടക വാവ് ഓഗസ്റ്റ് 4 ആണെന്നുള്ള തരത്തിൽ ചില പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലും രേഖപ്പെടുത്തിയത് ഭക്തരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് വിശദീകരിക്കുന്നതെന്നും കേരളത്തിലെ ആധികാരിക പഞ്ചാംഗങ്ങളിൽ കർക്കിടക വാവ് ഓഗസ്റ്റ് 3 തന്നെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കർക്കിടവാവ് 2 സമയത്താണ് കലണ്ടറുകളുള്ളത്. അത് ഇപ്രാവശ്യം വരുന്ന 6 നാഴിക പാവുണ്ടെങ്കിലാണ് ശാരദാത്മകനായിരുന്ന കർമ്മം ചെയ്യുന്നത്. അത് ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് വരുന്നത്. 2-ാം തീയതി വൃദ്ധങ്ങളും 3-ാം തീയതി അതായത് ബലികർമ്മങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ PSS സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ, ജ്യോതിഷ സഭാ ചെയർമാൻ MP വിജേഷ് പണിക്കർ, PSS വൈസ് ചെയർമാൻ ചെറവൂർ ഹരിദാസ പണിക്കർ, മൂലയിൽ മനോജ് പണിക്കർ, ജ്യോതിഷ സഭാ വൈസ് ചെയർമാൻ അനിൽ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 3ാമത് ഡോക്ടർ PA ലളിത മെമ്മോറിയൽ അവാർഡ് 2024 ഡോക്ടർ VP ഗംഗാധരനും ഡോക്ടർ MP ശ്രീജയനും നൽകും. മനസ്സലിവിൽ മികച്ച ഡോക്ടർ എന്ന പേരിലാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ക്യാൻസർ ചികിത്സാ രംഗത്ത് രാജ്യത്ത് തന്നെ പ്രഗത്ഭനാണ് ഡോക്ടർ VP ഗംഗാധരൻ. ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ശ്രീജയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്. ആതുര സേവന രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രംഗത്തും തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ PA ലളിത. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ പേരിൽ നമ്മൾ ഒരു അവാർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ PA ലളിത മെമ്മോറിയൽ അവാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ 3ാമത്തെ തവണയാണ് ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. ഡോക്ടർ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് എത്രമാത്രം അത് നന്നായി പോകുന്നു, അപ്പം അത്രയും കൂടുതൽ വയലൻസ് കുറയുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനസ്സലിവുള്ള പ്രതിഭയാർന്നിട്ടുള്ള ഒരു ഡോക്ടറിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അതില് ഇത്തവണത്തെ ജേതാക്കൾ എന്ന് പറയുന്നത് ഡോക്ടർ VP ഗംഗാധരൻ സാറും ഡോക്ടർ MP ശ്രീജയൻ സാറുമാണ്. ഡോക്ടർ PA ലളിതയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ഇത്തവണ ഡോക്ടർ VP ഗംഗാധരനും ഡോക്ടർ MP ശ്രീജയനുമാണ് നൽകുന്നത്.
മനസ്സലിവിൽ മികച്ച ഡോക്ടർ എന്ന പേരിലുള്ള പുരസ്കാരം വൈദ്യശാസ്ത്ര പ്രാവീണ്യത്തിലും രോഗികളോടുള്ള ആർദ്രതയിലും ഏറ്റവും മികവ് പുലർത്തുന്നത് പരിഗണിച്ചാണ് നൽകുന്നത്. 1,00,000 രൂപയുടെ അവാർഡ് തുക ഇരുവർക്കുമായി വീതിച്ചു നൽകും. ഇത്തവണത്തെ അവാർഡ് ദാന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അവാർഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ മിലി മണി, അംഗങ്ങളായ എ സജീവൻ, ഡോക്ടർ കോളിൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കർക്കിടകം എത്തുന്നതിന് മുൻപ് ദുരിതങ്ങൾ അകറ്റി മേപ്പയ്യൂരിലെ നാട്ടുകാരുടെ കൂട്ടായ്മ. കലിയന് കൊടുക്കൽ ചടങ്ങാണ് പഴമക്കാരുടെ ആചാരപ്രകാരം നടത്തിയത്. മിഥുനമാസത്തിലെ അവസാന ദിവസം വീടും പരിസരവും ശുചീകരിച്ച് കർക്കിടകത്തിൽ ശ്രീ ഭഗവതിയെ സ്വീകരിക്കുക എന്നതാണ് വിശ്വാസം. ഇന്ന് കർക്കടകം 1. മിഥുനമാസത്തിലെ അവസാന ദിവസം കലിയന് കൊടുത്ത് കൂകി വിളിച്ച് ദുരിതങ്ങളെ പുറത്തിറക്കി വിട്ട ശേഷം കർക്കടകം 1 ശ്രേഷ്ഠയായ ഐശ്വര്യ ദേവതയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തുന്നതാണ് ഗ്രാമങ്ങളിലെ രീതി. ചപ്പും ചവേലയും പഴയ ഓലപ്പായയും മൺകലവും ചൂലും ചൂട്ടുമൊക്കെയായി കാരണവർ വീടിന് ചുറ്റും നടക്കും. ഒടുവിൽ ദൂരെയൊരിടത്ത് അടിച്ചുകൂട്ടി വാരിയതും പഴയതുമെല്ലാം കൊണ്ടുപോയി കളയുന്നതോടെ വീട്ടിലെ ദുരിതം പടിയിറങ്ങിയതായാണ് വിശ്വാസം. കർക്കടകത്തിലെ ആദ്യ ദിനമായ ഇന്നു മുതൽ ശ്രീവോതിക്ക് വെക്കലെന്നോ ശ്രീ ഭഗവതിക്ക് വെക്കലെന്നോ വിളിക്കുന്ന ആചാരത്തിന് തുടക്കമാകും. മഴക്കാലത്ത് മനസ്സിന് ശക്തി പകരാൻ ആധ്യാത്മിക ചിന്തകളും ശരീരത്തെ പരിപോഷിപ്പിക്കാൻ സുഖചികിത്സയും ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ കർക്കടക രുചിക്കൂട്ടുകളുമാണ് പഴമക്കാർ കരുതി വെച്ചിട്ടുള്ളത്. രാമായണ മാസമായി ആചരിക്കുന്ന കർക്കടകത്തെ വരവേൽക്കാൻ ജില്ലയിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേക പൂജകളും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഹനുമാൻ സേന ഭാരത് അധ്യാത്മ രാമായണം വിതരണം ചെയ്തു. സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജിന് രാമായണം കൈമാറി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഹനുമാൻ സേനയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം പരിസരത്തും ശ്രീരാമക്ഷേത്രത്തിലും വച്ച് ഭക്തർക്ക് രാമായണം സൗജന്യമായി വിതരണം ചെയ്തു. തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാറിന് സേനാ സംസ്ഥാന ചെയർമാൻ MA ഭക്തവത്സലൻ രാമായണം നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ശ്രീരാമക്ഷേത്രാങ്കണത്തിൽ വെച്ച് 100 കണക്കിന് ഭക്തർക്ക് സൗജന്യമായി രാമായണം വിതരണം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി രാമായണം ഇല്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. രാമായണം അമൂല്യ ഗ്രന്ഥമാണെന്നും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും സ്വധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നും രാമായണം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെന്നും സേനാ ചെയർമാൻ AM ഭക്തവത്സലൻ പറഞ്ഞു. സദ്ഗുരു ആശ്രമം മഠാധിപതി മുരളീധര സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. റിലേഷ് ബാബു, ഉണ്ണികൃഷ്ണൻ കൈപ്പാലി, ലക്ഷ്മി ഗോപാലൻ, പരുത്തിയിൽ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. K. സുരേന്ദ്രൻ സ്വാഗതവും NM ഷനൂപ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഓർമ്മകൾ അയവിറക്കി കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 1991 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്നത്. സ്പന്ദനം എന്ന ഒത്തുചേരൽ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1991 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഒത്തുകൂടൽ സംഘടിപ്പിച്ചു. സ്പന്ദനം എന്ന പരിപാടി ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉന്നത പഠനത്തിൽ വിജയിച്ച കുട്ടികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. 91 ബാച്ചിലെ അംഗങ്ങളെയും ആദരിച്ചു. ശ്രീധരൻ മാസ്റ്ററെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സ്മിത, ജോയിന്റ് സെക്രട്ടറി ബിത, ട്രഷറർ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. 50 വയസ്സ് പൂർത്തിയായവർക്ക് ആദരവ് നൽകി. ഒരുപാട് കാലത്തെ 91 വർഷത്തിന് ശേഷം പല ഭാഗങ്ങളിലായി കണ്ടുമുട്ടിയവരും ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പരിപാടിയിൽ നമ്മുടെ കൂട്ടത്തിലെ 50 വയസ്സ് കഴിഞ്ഞ മുതിർന്നവരായ അംഗങ്ങളെ, സഹപാഠികളിൽ മുതിർന്നവരായ അംഗങ്ങളെ ആദരിക്കുന്ന വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ചടങ്ങ് കൂടി ഇന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് ഉള്ളത്. പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതികളും ജില്ലയിൽ വ്യാപകമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മരച്ചില്ലകൾ പൊട്ടിവീണും കിണർ ഇടിഞ്ഞു താണും അപകടങ്ങളുമുണ്ടായി. ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന മഴയിൽ നഗരത്തിലും മലയോര മേഖലകളിലും വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും വ്യാപകം. നഗരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. മാവൂർ, മുക്കം, കണ്ണിപ്പറമ്പ് എന്നീ മേഖലകളിൽ കിണർ ഇടിഞ്ഞുതാണും മരക്കൊമ്പുകൾ പൊട്ടിവീണുമാണ് അപകടങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ ശക്തമായ മഴയിൽ മരങ്ങൾ പൊട്ടിവീണും മണ്ണിടിഞ്ഞും മറ്റുമായി 16 വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. പൂനൂർ പുഴയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ചാലിയാർ പുഴയിലേക്ക് ശക്തമായ നീരൊഴുക്ക് കാരണം കൈവഴികളായ ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയരുന്നു. പുഴകളുടെ ഇരുതീരങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ ചേവായൂർ, ഫറോക്ക് വില്ലേജുകളിലെയും തലക്കുളത്തൂർ പഞ്ചായത്തിലെയും കച്ചേരി, പുതിയങ്ങാടി പ്രദേശത്തെയും വീടുകളിൽ വെള്ളം കയറി. മാവൂർ, കുമരനെല്ലൂർ, ഫറോക്ക്, ചേവായൂർ വില്ലേജുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 17, 18 തീയതികളിലും മഴ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലങ്കര സഭാതർക്കം കുടുംബ ബന്ധങ്ങളെയും വ്യാപാര വ്യവസായ പങ്കാളിത്ത സംരംഭങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി. തർക്കം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം പരിഹരിക്കപ്പെടാതെ അനന്തമായി നീളുന്നത് മനുഷ്യാവകാശ ലംഘനത്തിനും ക്രമസമാധാന പ്രശ്നത്തിനും ഇടയാക്കുമെന്ന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി. വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2019 സൊസൈറ്റി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരുന്നു. തർക്കം ഇപ്പോഴും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചെയർമാൻ സി ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ജനറൽ കൺവീനർ MC ജോൺസൺ എന്നിവർ ചേർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവനും ചടങ്ങിൽ സന്നിഹിതനായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ യന്ത്രവൽകൃത ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും കണക്കെടുപ്പ് ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. റെഡ് അലർട്ട് നിലവിൽ. കർക്കിടക പുണ്യമാസം, രാമായണ മാസത്തിന് തുടക്കം. കേരളത്തിൽ എല്ലായിടത്തും പഞ്ചാംഗം ഏകീകരിക്കണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി.
കർക്കിടകം എത്തുന്നതിന് മുൻപ് കലിയന് കൊടുക്കൽ ചടങ്ങുകളോടെ നാട്ടുകൂട്ടായ്മ. മൂന്നാമത് ഡോക്ടർ പി.എ. ലളിത മെമ്മോറിയൽ അവാർഡ് ഡോക്ടർ വി.പി. ഗംഗാധരനും ഡോക്ടർ എം.പി. ശ്രീജയനും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.